നമുക്കൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റ് ഇടുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഹൈലൈറ്റ്. അപ്പോൾ ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നില്ല, നമുക്ക് അവരിൽ തന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അറിയാം. സോ ലെറ്റ് ബി വെൽക്കം അഭിരാമി ആൻഡ് അമൽ. നമുക്ക് രണ്ടുപേർക്കും ഇവനും അഭിനയിക്കാനും എല്ലാം എല്ലാം ക്രിയേഷൻ എല്ലാം ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ എന്നോട് പറഞ്ഞു നമുക്ക് ഷൂട്ട് ചെയ്ത് തുടങ്ങാം, കൊച്ചിയിലുണ്ടല്ലോ രണ്ടുപേരും, അപ്പം അങ്ങനെ തുടങ്ങാം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അമലേ, നമ്മളൊരു ഇന്റർവ്യൂവിലാണ്. ഞാൻ കുറേ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. സോളോ ട്രാവലാണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. അതിപ്പോ എന്നോട് ആരെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ പോകും. പക്ഷേ സോളോ ട്രാവലാ. ഒരെണ്ണം ബ്രേക്കപ്പ് ആകുമ്പോൾ ഞാൻ പഠിക്കില്ല, അപ്പൊ എനിക്ക് അടുത്ത റിലേഷൻഷിപ്പ് വരും. എത്ര റിലേഷൻഷിപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ പ്രസക്തി ഇല്ല. പ്രശ്നം ഉണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആളാ. ടോക്സിക് റിലേഷൻഷിപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണോ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ, കപ്പിൾസ് ആണോ? ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. അമൽ സിംഗിൾ ആണോ? അതെ. തിരുത്തിരി ആലോചിക്കുന്നേ നാണോ? ഷൈ ബോയ്. റെഡി ടു മിങ്കിൾ? പേടിയാ. ജാങ്കോ സ്പേസിന്റെ അടുത്തൊരു ഇന്റർവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാമി. സോ നമുക്ക് ഇവിടെ ഗസ്റ്റ് ആയിട്ട് എന്നുള്ളത് കിങ്ങിണിയാണ്. ഹായ് കിങ്ങിണി, വെൽക്കം ടു ദ ഷോ. ഹലോ, സുഖാണോ? സുഖം. ഓക്കെ കിങ്ങിണി, എനിക്കൊന്നും കിട്ടുന്നില്ല. അമലിന്റെ സോഫയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇവിടെ വേറെ ആരൊക്കെ ഇരുന്നിട്ടുണ്ട്? കുറേ വലിയ ആർട്ടിസ്റ്റ് ഒക്കെ ഇരുന്നു. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. അങ്ങനെ ഇന്ന് എൻ്റെ കൂടെ രണ്ട് ഗസ്റ്റിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. നമുക്കൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റ് ഇടുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ്. അപ്പോൾ ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നില്ല, നമുക്ക് അവരിൽ തന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അറിയാം. സോ ലെറ്റ് ബി വെൽക്കം അഭിരാമി ആൻഡ് അമൽ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അമലിന്റെ സോഫയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇവിടെ വേറെ ആരൊക്കെ ഇരുന്നിട്ടുണ്ട്? കുറേ വലിയ ആർട്ടിസ്റ്റ് ഒക്കെ ഇരുന്നു. ഞാൻ ഇവിടെ അവർ വന്നിരുന്നപ്പോൾ തൊട്ട് ഇങ്ങനെ അമലിനെ ചെറുതായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണോ? ഭയങ്കര എക്സ്ട്രോവേർട്ട്, ഇങ്ങനെ ഇരിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു സംഭവം, ഹൈപ്പർ ആക്റ്റീവ്? അല്ലല്ല, ഞാൻ ഇന്റലക്ച്വൽ പേഴ്സൺ ആണ്. അതെ, വിശ്വസിക്കുന്നത്, ആഗ്രഹിക്കുന്നതും. അങ്ങനെ ആവണം എന്നാണ് ആഗ്രഹിക്കുന്നതോ? അങ്ങനെ ആണോ? അങ്ങനെ ചോദിച്ചാൽ അതിപ്പോ കാണുന്നവരല്ലേ പറയണ്ടേ. ആണോ അഭിരാമി? അവല് ഒരു ഇന്റലക്ച്വൽ പേഴ്സൺ ആണോ? അല്ല, അഭിനയ. ഓക്കെ, നമുക്ക് ശരിക്കും നമ്മുടെ കോണ്ടന്റ് വിശേഷങ്ങളിലേക്ക് വരാം. നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണോ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ, കപ്പിൾസ് ആണോ, സിബ്ലിങ്സ് ആണോ? എന്താണ് ശരിക്കും? ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. അതൊന്ന് റിവീൽ ചെയ്യാൻ വേണ്ടി അഭിരാമി ഇങ്ങനെ മുട്ടിയിരിക്കും. സത്യം, ഞാനിവിടെ വന്നപ്പോ ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറയണം. ഫ്രണ്ട്സ് ആണ് ആദ്യം കയറി പറയണം. ഏടാ, എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് ഒക്കെ, വീഡിയോ എടുക്കാൻ തുടങ്ങിയത് എല്ലാം? ആരാദ്യം പറയും? ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും ഒരു ഷോർട്ട് ഫിലിം ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു 2022 അങ്ങനെ ഒരു സമയത്ത്. അപ്പം അങ്ങനെയാണ് നമ്മൾ പരിചയം. പിന്നെ ഞാൻ കൊച്ചിയിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു എൻ്റെ PG കഴിഞ്ഞിട്ട്. അപ്പം എനിക്കിങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു കോംബോ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു ഇത്. ആഗ്രഹമായിരുന്നു അത്. നമുക്ക് രണ്ടുപേർക്കും ഇവനും അഭിനയിക്കാനും എല്ലാം ക്രിയേഷൻ എല്ലാം ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ അവനോട് പറഞ്ഞു നമുക്ക് ഷൂട്ട് ചെയ്ത് തുടങ്ങാം, കൊച്ചിയിലുണ്ടല്ലോ രണ്ടുപേരും, അപ്പം അങ്ങനെ തുടങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഒരു 1 year മുമ്പ്. 1 year ആയില്ലേ നിങ്ങൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്തു? കഴിഞ്ഞ മെയ് ജൂൺ ആ ഒരു സമയം. അപ്പം അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മെല്ലെ ഇപ്പം ഇങ്ങനെ ചെയ്ത് ഇവിടെ വരെ എത്തി നിൽക്കുന്നു. ഇത് ഈ കോണ്ടന്റ് ഒക്കെ ആരുടെ ഐഡിയ? ഇങ്ങനെ നമുക്ക് ഈ ടൈപ്പ് ഓഫ് കണ്ടന്റ് ചെയ്യാം എന്ന് ഫസ്റ്റ് സജസ്റ്റ് ചെയ്ത ആരാ? നമ്മളൊരു ഇന്റർവ്യൂവിലാണ്. കണ്ടന്റ് അധികം അമൽ തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാറ്. അവൻ ഭയങ്കര കണ്ടന്റ് ഇവളാണ്, ഇവളുടെ ജീവിതത്തിൽ നിന്നാണ് ചരണ്ടി എടുക്കുന്നത്. അതായത് എനിക്ക് മുമ്പിലേക്ക് ഉണ്ടായിരുന്ന ഡേറ്റിംഗ് റിലേഷൻഷിപ്പ് ടൈമിൽ ഉണ്ടായിരുന്ന അതിനകത്തുനിന്നുള്ള എക്സ്പീരിയൻസസ് ഉണ്ട്. അപ്പം അങ്ങനെ എടുക്കും.
പിന്നെ അതല്ലാതെ പിന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ലൈഫിൽ ഓരോന്നൊക്കെ കാണും. കമ്മിറ്റഡ് ആയിട്ട് ആ കുഴപ്പത്തിൽ നിൽക്കുവാണല്ലോ. എല്ലാവർക്കും പ്രശ്നങ്ങളല്ലേ, അപ്പൊ എല്ലാരും വിഷമം പറയും. അപ്പൊ അത് കണ്ടന്റ് ആക്കും. പിന്നെ നമ്മുടെ മുന്നിൽ കാണുന്ന എന്തെങ്കിലുമൊക്കെ അതൊക്കെ നമ്മൾ അപ്പൊ തന്നെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് റാൻഡമായിട്ട് കിട്ടുന്ന ഐഡിയാസ് ഒക്കെ എടുത്തിട്ട് നമുക്കിത് കണ്ടന്റ് ആക്കാന്ന് പറഞ്ഞിട്ട് ഓക്കെ ഓക്കെ. സ്ക്രിപ്റ്റ് ഒക്കെ പ്രോപ്പറായിട്ട് എഴുതി അങ്ങനെയാണോ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്? ഇല്ല, അത് നടക്കുന്നില്ല. ജസ്റ്റ് ഒരു ഐഡിയ മാത്രം. ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, എന്നിട്ട് സംസാരിച്ച് ഷൂട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മൾ ഇരിക്കും, എന്നിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പൊ അവന്റെ തലേന്ന് ഇങ്ങനെ ഓരോന്ന് ഡയലോഗ്സ് ഓരോന്നൊക്കെ ഇങ്ങനെ വരും, നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഷൂട്ട് ചെയ്യും. ആരാ എടുത്തു തരുന്ന വീഡിയോസ് ഒക്കെ? ഞങ്ങളുടെ ട്രൈപോഡ്. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും കൂടെ മാത്രമുള്ള ഒരു പരിപാടിയാണ് എൻറ്റയർ ഷൂട്ടിംഗ് പ്രൊസീജിയർ? കുഞ്ഞി ട്രൈപോഡ് ഉണ്ട്, കാറ്റടിച്ച വീഴുന്നത്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, ഇവരെടുക്കാറുണ്ട്. ഇടയ്ക്ക് ശ്യാം ഗൗതം എടുക്കാറുണ്ട്. ഫ്രണ്ട്സ് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഡോണ രഞ്ജു ഉണ്ട്, അവരെടുക്കാറുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഫുൾ സപ്പോർട്ടീവ് ആണ് നിങ്ങൾക്ക്. പിന്നെ ഈ ഏറ്റവും കൂടുതൽ റീച്ചേക്ക് ഒക്കെ പോകുന്ന ആരെ തെറ്റിക്കുമ്പോഴാ? നീ പറ. എനിക്ക് ഞാൻ ലൈക്ക് റെഫറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റ ഇപ്പൊ നോക്കിയപ്പോൾ അഭിരാമിയുടെ പിൻ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് വീഡിയോയിൽ അതേ എക്സ്പ്രഷൻ. എക്സ്പ്രഷനേ ഉള്ളൂ. അതേ സാധനം. ഓക്കെ, പറയൂ, ആരാണ് റീടേക്ക് ഒക്കെ പോകുന്നത് കൂടുതൽ? ഞാനാ എനിക്ക് ചിരി വരും. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. പിന്നെ ഇവന്റെ മുഖത്ത് നോക്കിയാൽ പിന്നെയും ചിരി വരും. അതാണ് നിങ്ങളുടെ കൂടുതൽ സീൻസിലും എല്ലാത്തിലും അഭിരാമി തിരിഞ്ഞിട്ടുണ്ടായിരിക്കും ഡയലോഗ്, എല്ലാത്തിലും അമലിനെ ബാക്കിൽ നിർത്തിയിട്ടായിരിക്കും പറയുന്നത്. അത് ഇതുകൊണ്ടാ? എനിക്ക് മുഖത്ത് നോക്കിയാൽ അപ്പം ചിരി വരും. എനിക്ക് ഭയങ്കര ചിരിയാണ്. എനിക്ക് എപ്പോഴും ചിരി. ഒന്നെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ അവനിങ്ങനെ പറയും എത്ര ടേക്ക് പോകും നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിരിച്ചു കഴിഞ്ഞാൽ അവൻ പറയും അഭിരാമി ഒന്ന് ശരിയാക്കും പ്ലീസ്, അങ്ങനെ റിക്വസ്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. കാല് പിടിക്കേണ്ട അവസ്ഥ വരെ എനിക്ക് വന്നിട്ടുണ്ട് തെറ്റിച്ചിട്ടാ. പിന്നെ ഒരു റീൽ ഉണ്ടായിരുന്നു, മറ്റേ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നോക്കുന്ന എന്താ ലുക്ക് സേസ്, അങ്ങനെ അത് കണ്ടിട്ടുണ്ടോ? when she gives the look എന്ന് പറഞ്ഞിട്ട് ദേഷ്യം എന്തെങ്കിലും പറഞ്ഞിങ്ങനെ വരുമ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പം മിണ്ടാതെയാവും എന്നുള്ള അങ്ങനെ. അതിനകത്ത് ഞാൻ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, ഇവൻ എന്തോ പറയുമ്പോൾ ഞാൻ നോക്കണം, നോക്കും അപ്പം ചിരിച്ചു ചിരി വരും. അപ്പൊ അത് കുറേ തവണ പോയിട്ടുണ്ട്, കുറേ തവണ. പിന്നെ എന്നിട്ട് ഞാൻ ശരിയാക്കിയപ്പോൾ ഇവൻ ചിരിച്ചു. അപ്പം അങ്ങനെയൊക്കെ. അങ്ങനെ ഇപ്പൊ ഈ വീഡിയോ എടുത്ത് തരുന്ന ഫ്രണ്ട്സ് അപ്പൊ അവർക്ക് ദേഷ്യം വന്നിട്ടിട്ട് പോവോ? ഇല്ല, എല്ലാം പാവങ്ങളാണ്. നോക്കട്ടെ, അത് ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നു. കറക്റ്റ് അവരുടെ ഡയലോഗ് അവരെ പറ്റി പറഞ്ഞപ്പോ തന്നെ അത് ഷൂട്ട് ചെയ്യുന്നു. കൊള്ളാലോ, നല്ല തങ്കപ്പെട്ട പിള്ളേരാ. ഓക്കെ, ഫുൾ സപ്പോർട്ടാണ്. നമുക്കിപ്പം ഒരു തേർഡ് പേഴ്സന്റെ ഒരു ഡബിങ്, ഒരു വോയിസ് വേണം എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഇനി വേറെ ഒരാൾ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്യും. ഭയങ്കര ഓൺ പിള്ളേരാ. അവര് സജഷൻസ് പറയാനുണ്ടോ, നീ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, അല്ലെങ്കിൽ നിന്റെ ആ ഒരു പിന്നെ അവർ ഭയങ്കര നമ്മള് എല്ലാരും ബേസിക്കലി നമ്മളിങ്ങനെ സിനിമാ മോഹവും അതൊക്കെ കൊണ്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരും ഒക്കെയാണ്. അപ്പൊ എല്ലാരും ജെന്യുവൻ ആയിട്ട് ആരെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ഇതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര ജെന്യുവൻ ആയിട്ട് തന്നെ പറയും, ഇത് ചെയ്തത് ശരിയല്ല, ഇത് ബിഗഡാണ്, ഇത് നല്ലതല്ല. അങ്ങനെ ക്രിറ്റിസൈസ് നല്ല ഓപ്പൺ ആയിട്ട് തന്നെ എല്ലാം പറഞ്ഞു. ഇപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിലും അവര് നിങ്ങളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണല്ലേ, അപ്പൊ ഞങ്ങൾക്കും കാണണം എന്നൊക്കെ ഉള്ള അങ്ങനെ ഭയങ്കര നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഗുഡ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇൻസ്റ്റയിൽ നിന്ന് കോമൺ ആയിട്ട് എനിക്ക് മനസ്സിലാക്കിയ ഒരു സാധനം, രണ്ടുപേരും ട്രാവലേഴ്സ് ആണോ? ഹൈലൈറ്റ്സ് എല്ലാം ട്രാവൽ റിലേറ്റഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാനൊരു ട്രാവലറാണ്, പക്ഷെ ഇപ്പൊ സാമ്പത്തികം അനുവദിക്കാത്തതുകൊണ്ട് ഇപ്പൊ വീട്ടിലിരിക്കുന്നു എന്നുള്ളതാണ്. ഏതൊക്കെ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്? അങ്ങനെയൊന്നും പോയിട്ടില്ല. ഞാൻ ഇവിടെ എന്താണ്, നമ്മള് സ്ഥിരം എല്ലാവരും പോകുന്ന ഊട്ടി, കൊടൈക്കനാൽ, ചിക്മംഗ്ലൂർ, ആഗ്രഹമുള്ള ആളാണ്. പോണ്ടിച്ചേരി, ഗോവ, ഗോവ, ഗോകർണ, അങ്ങനെ സൗത്ത് ഇന്ത്യ എല്ലാം. അഭിരാമിക്ക് ടെൻഷൻ എന്തെങ്കിലും വായിന്ന് വീഴുമെന്ന് പേടിച്ചിട്ടാണോ അമ്മ വാ തുറക്കുമ്പോഴേ ഇങ്ങനെ നോക്കുക, ടെൻഷൻ അടിച്ച്. അഭിരാമി ഇതുപോലെ തന്നെ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാ? ഞാൻ കുറെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഇതൊക്കെ എനിക്ക് സോളോ ട്രാവലാണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. അല്ലല്ല, സോളോ ട്രാവൽ ആണ്. എന്തുണ്ടല്ലോ പറ. ഇല്ലല്ലപ്പാ, സോളോ ട്രാവൽ ഇങ്ങനെ നോക്കി പഠിപ്പിക്കാനൊന്നും പറ്റൂല കേട്ടോ. സോളോ ട്രാവൽ ആണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ പോകുന്ന ഒരാൾ, ഇപ്പൊ ഞാൻ ട്രാവലർ ആണല്ലോ, പോകാൻ പറ്റണല്ലോ. സോളോ ട്രാവലറാ, വേറെ ആൾക്കാരുടെ കൂടെ പോകും. അതിപ്പോ എന്നോട് ആരെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ പോകും. പക്ഷെ സോളോ ട്രാവലാ. ക്യാരക്ടർ പോയി. ഓക്കെ, ബാക്കി ഓക്കെ. അതായത് ഓക്കെ,
ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ എന്നോട് ഇന്ന സ്ഥലത്തോട്ട് പോവാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അവരുടെ കൂടെ ട്രിപ്പ് പോകും. അല്ലാതെ ഇപ്പം ഞാൻ തന്നെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്യുള്ളൂ. ഒറ്റയ്ക്ക് കുറെ ട്രിപ്സ് പോയിട്ടുണ്ടോ? ഞാനിപ്പം പക്ഷെ എന്താന്നറിയില്ല, അവസാനം ആരെങ്കിലും എത്തും, ആരെങ്കിലും ഉണ്ടാവും കൂടെ കാണും. ചുമ്മാ പറയുന്നത് ഞാൻ ഗോവയിലും വാരണാസിയിലും പിന്നെ വട്ടവട, വാഗമൺ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ കുറെ സ്ഥലത്ത് ഒറ്റയ്ക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. ഒറ്റയ്ക്ക് പോയിട്ടുണ്ടപ്പോ? ഞാൻ വിചാരിച്ചു പോയിട്ടേ. ഇപ്പൊ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്കൊക്കെ ഒറ്റയ്ക്ക് വരും. ഒറ്റയ്ക്ക് വരും. വലിയ ആളായി. മറ്റേ എന്താണ് കൊച്ചി കോളിംഗ്, ട്രാവൽ മോഡ് ഓൺ, അങ്ങനൊക്കെ സ്റ്റോറി ഇടൂലേ? പിന്നെ മീൻ വാങ്ങാൻ പോകുമ്പോ ഒരിടും ടുഡേസ് ജേർണി ടു മീൻ മാർക്കറ്റ്. അങ്ങനെയല്ല മീൻ മാർക്കറ്റിങ്ങിനെ എടുത്തിട്ടിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് സ്റ്റോറി ഇടാൻ. സത്യമായിട്ടും ഞാന് അഭിരാമിയുടെ ഇൻസ്റ്റ ഈ പറഞ്ഞ പോലെ നമ്മൾ റെഫറൻസിന് വേണ്ടി നോക്കുന്നതായിരിക്കും. അപ്പോൾ ചിലരുടെയൊക്കെ നമ്മൾ കുറച്ച് നോക്കി അതങ്ങ് വിടും. പക്ഷെ അഭിരാമിയുടെ ഒരു ഹൈലൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കതിങ്ങനെ പിന്നെ അങ്ങോട്ട് പൊക്കോണ്ടേയിരിക്കും. എനിക്ക് അതിൽ നിന്ന് തന്നെ പിടികിട്ടി. ആദ്യമായിട്ട് ചെയ്ത ഷോർട്ട് ഫിലിം മറ്റേ ജോസഫ് അനൻകുട്ടിയുടെ കൂടെ, അതൊക്കെ കുറേ സാധനങ്ങൾ എനിക്ക് കിട്ടി. നിങ്ങളുടെ ഒരുമിച്ചുള്ള ഫസ്റ്റ് സ്റ്റോറി. നിങ്ങൾക്കിപ്പോ നിങ്ങൾ മാരേജ് പ്രപ്പോസലൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ജാതകം നോക്കണ്ട, എന്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി. എന്നിട്ട് ആലോചനയായിട്ട് വന്നാൽ മതി. വീട്ടുകാർ വിളിക്കാറ് പോലും ഇല്ല. അവര് അഭിരാമി എവിടെയായിരിക്കും സ്റ്റോറി നോക്കും. ഓക്കെ, ഇന്ന് ഇവിടെ നിന്ന് ഇവിടെ പോയി, എന്നിട്ട് ചെയ്തു. ഇല്ല, ഫുൾ ഡീറ്റെയിൽസ് ലൈവ് അപ്ഡേറ്റ്. അല്ല, ഫ്രണ്ട്സും ഒക്കെ പറയാറുണ്ട് എവിടെയാന്ന് അറിയാൻ. ലൈവ് ഇട്ടാ പോരെന്ന് പറയാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് 100 സ്റ്റോറി ഇടണ്ടല്ലോ. ശരിയല്ലേ? ഫുൾ ടൈം അഭിരാമിക്ക് ബിഗ് ബോസ് ട്രൈ ചെയ്തൂടെ? ആഗ്രഹമുണ്ട്. വിളിച്ചില്ല. വിളിച്ചാ പോവും. മറ്റേ ഒരു സിനിമ എന്തുണ്ടല്ലോ, നിത്യാമേനുണ്ടെന്ന്, തൽസേവ ഒരു പെൺകുട്ടി, ആ ഒരു ലൈനാന്ന് തോന്നുന്നല്ലേ? എനിക്കങ്ങനെ എന്റെ ഇതൊക്കെ ഓപ്പൺ. എനിക്കങ്ങനെ എന്താ പറയാ, മറച്ചു വെക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല. ആരും എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ള സീനൊന്നും എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാൻ കുറേ കണ്ടു. ടിക്ടോക്ക് തൊട്ട് കിടപ്പുണ്ട്. അതൊക്കെ ടിക്ടോക്കിന്റെ അഭിരാമിയോട് ക്രഷുള്ള കുട്ടികളൊക്കെ, അല്ലെ സോറി പയ്യന്മാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അങ്ങേ അറ്റം ടിക്ടോക്കിന്റെ ഒരു ലൈറ്റ് കിടപ്പുണ്ട്, അവിടെ കയറി നോക്കിയാൽ മതി. അത് 2-3 വട്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 7 പ്രാവശ്യമായി ഞാൻ കേൾക്കുന്നു. അല്ലേ? ഇപ്പൊ എത്ര ടൈം പറഞ്ഞു? ഓക്കെ, വീട്ടിൽ നിന്ന് വരുമ്പോ അല്ലല്ല, സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? സിംഗിളാ. എത്ര നാളായിട്ട്? ഇന്നലെ മുതൽ. ഇന്നലെ സിംഗിളാണ്, മിനിയാന്ന് സിംഗിൾ ആയിരുന്നു. അതിന്റെ മുന്നത്തെ ദിവസം സിംഗിൾ അല്ല. അയ്യോ അല്ല, സിംഗിളാ, കൊച്ചി. ഓ അങ്ങനെ. ഓക്കെ, അമൽ സിംഗിൾ ആണോ? അതെ. അതിനെന്തിനാ ഇത്ര ആലോചിക്കുന്നേ? നാണോ? ഷൈ ബോയ്. റെഡി ടു മിങ്കിൾ? പേടിയാ. നേരത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ? കുറെ മുമ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്ന ഈ ലോകത്ത്. ഓക്കെ, നമുക്ക് കമ്മിങ് ടു നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്, സ്ഥലം, നിങ്ങൾ പഠിച്ചത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. അതൊക്കെ ആയിരിക്കും മിക്കവാറും ഇന്റർവ്യൂ കാണുമ്പോൾ ഈ കുട്ടി എന്താ ചെയ്യുന്നതെന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ അറിയാം. പറയാം, അഭിരാമിയുടെ വീട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ വീട് കോഴിക്കോടാണ്. കോഴിക്കോട് മോഡേൺ ബസാർ എന്ന് പറയും. ടൗണിൽ മീൻചന്തയുടെ ഇപ്പുറത്ത് സ്ഥലത്തിന്റെ പേരാ. മോഡേൺ ബസാർ എന്നൊക്കെ പറഞ്ഞത് അതാ പറയാറ്. ഓക്കെ. അപ്പം വീട്ടിൽ അച്ഛനും അമ്മയും 2 ഏട്ടന്മാരും. മൂത്ത ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. അച്ഛനും അമ്മയൊക്കെ വർക്കിംഗ് ആണ്. ഏട്ടന്മാരും എല്ലാവരും വർക്കിംഗ് ആണ്. അങ്ങനെ 2 ഏട്ടന്മാരുടെയും കൂടെ അനിയത്തി കുട്ടിയാണ്. അങ്ങനെ വീട്ടിൽ വേറെ എന്താ പറയാ, പഠിച്ചത്? ഉണ്ട്. ഞാൻ UG സുവോളജി ആയിരുന്നു, അവിടെ കോഴിക്കോട് തന്നെയാണ് പഠിച്ചത്. പിന്നെ PG MSW ആയിരുന്നു, ക്രൈസ്റ്റ് ബാംഗ്ലൂർ, അവിടെയായിരുന്നു പഠിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ ഡാൻസ് ഉണ്ട്, ഭരതനാട്യം, അങ്ങനെ ഡാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നത് പോക്കറ്റ് FM-ലാണ്. അസിസ്റ്റന്റ് ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് വർക്ക് ഫ്രം ഹോം അങ്ങനെ ചെയ്ത് കോഴിക്കോട് തന്നെ. അപ്പോൾ ഈ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണോ കൊച്ചിക്ക് വരുന്നത്? വേണ്ടി കൊച്ചിയിലേക്ക് വരും. ഓക്കെ, മന്ത്ലി അപ്പോൾ എത്ര വട്ടം ഷൂട്ട് ഉണ്ടാവും നിങ്ങൾക്ക് കൊച്ചിയിൽ നിങ്ങളുടെ ഈ കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ട്? ഡിപ്പെൻസ്. ഞങ്ങൾ ചിലപ്പോൾ മന്ത്ലി ട്വൈസ് ഒക്കെ ഞാൻ വരുന്നുണ്ടാവും. വന്നാൽ ഞാനൊരു കുറച്ചൊരു 3 ദിവസം 4 ദിവസമൊക്കെ നിന്നിട്ട് പോകും. ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് അവിടെ നിന്ന് ഇവിടെ വന്ന് കോണ്ടന്റ് എടുത്ത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് അഭിരാമി, അല്ലേ? കഷ്ടപ്പാടാണ് ചേച്ചി. ഓക്കെ, ഇനി അമലിന്റെ ഡീറ്റെയിൽസ്. എവിടെയാണ് സ്ഥലം? ഞാൻ പയ്യന്നൂര്, കണ്ണൂർ പയ്യന്നൂർ. അവിടെ കേളോത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വീട്. ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ പോകും. ഇപ്പുറത്ത് ബാക്കി അവിടെയാണ്. അപ്പോൾ വീട്ടിൽ അച്ഛൻ അമ്മ ഉണ്ട്. അച്ഛൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. അനിയനുണ്ട്. അനിയനും ഇപ്പോൾ പുറത്ത് പോയി പഠിക്കുക. അമൽ എന്താ പഠിച്ചൊക്കെ? ഞാൻ
10ാം ക്ലാസ് പഠിച്ചു, പിന്നെ +2 പഠിച്ചു, പിന്നെ എഞ്ചിനീയറിംഗ്. +2 കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗിന് പോകാൻ പറ്റൂ. എഞ്ചിനീയറിംഗ് പഠിച്ചു, കെമിക്കൽ എഞ്ചിനീയറിംഗാണ് പഠിച്ചത്. എന്നിട്ട് പിന്നെ അങ്ങനെ സിനിമയ്ക്കറാണ്. ആക്ച്വലി ഞാൻ തിയേറ്റർ ചെയ്യുന്ന ആൾ, തിയേറ്റർ ആക്ടറാണ്. പിന്നെ ഞാൻ കുറച്ച് സ്ക്രീൻ ആക്ടിങ് പഠിച്ചു. ആക്ടിങ് ആണ് താല്പര്യം. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചാലാണല്ലോ കയറാൻ വേണ്ടി പറ്റുക. അങ്ങനെയല്ല, ഒരു ഡിഗ്രി വേണമെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മക്കൊരു ഡിഗ്രി എടുത്ത് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിപ്പോൾ ഇങ്ങനെ കഥ പറഞ്ഞ് നടക്കുവാണ്. അതിൻ്റെ പേരിലായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഷോർട്ട് ഫിലിംസ് ചെയ്തത്. അപ്പോഴാണ് ഇവളെ പരിചയപ്പെട്ടത്. അങ്ങനെ ഇപ്പോൾ ഇതൊരു വഴിയാണല്ലോ സിനിമയിലേക്ക്. ഇപ്പോൾ അതൊരു സോളിഡ് വഴിയായി മാറിയല്ലോ, ഇൻസ്റ്റഗ്രാം ടു സിനിമ എന്നുള്ളത്. അപ്പം ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ ഈ റീൽ അഭിനയം എന്ന് പറഞ്ഞാൽ വേറെ തന്നെ അഭിനയമല്ലേ, നമ്മൾ ഇച്ചിരി ഓവറാക്കി ചെയ്യണമല്ലോ. അപ്പോൾ ആ ഓവർ ദ ടോപ്പ് ചെയ്യുമ്പോൾ ആൾക്കാർ ഇവനെ എങ്ങനെ പറ്റൂ എന്നുള്ള സാധനം വരുമോ. പിന്നെ ഫെമിലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയാണ് ബേസിക്കലി ഞാൻ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സിനിമയാണ് ലക്ഷ്യം. സിനിമയാണ്. അഭിരാമിയുടെയും ലക്ഷ്യം സിനിമയാണോ? അങ്ങനെയല്ല, എനിക്കിഷ്ടമാണ്. നല്ല ഓഫറൊക്കെ വന്നാൽ ചെയ്യും. ഭയങ്കര പാഷനേറ്റ് എന്നില്ല, പക്ഷെ എനിക്കിഷ്ടമാണ് ആക്ടിങ് സിനിമ. എനിക്കറിയാം, എന്നെക്കാളും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ തന്നെ, എന്നെക്കാളും ഇവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. എനിക്ക് വേറെയും കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് പാഷനേറ്റ് അങ്ങനെയല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. നല്ലതൊക്കെ വന്നാൽ ചെയ്യും. അങ്ങനെ ഓക്കെ. അഭിരാമിയുടെ അപ്പോൾ ശരിക്കും ആഗ്രഹം എന്താണ് ഇനി ഫ്യൂച്ചർ? എനിക്ക് അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല. ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ പോവാ, അത്രേ ഉള്ളൂ. വലിയ വലിയ കാര്യങ്ങളോ വലിയ മുഖങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിങ്ങനെ പോവാ. അപ്പൊ അവൻ എന്തായാലും ഈ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പലയിടത്തും പല ആൾക്കാരെയും മീറ്റ് ചെയ്തിട്ടുണ്ടാവല്ലോ. അത് ഇങ്ങനെ അഭിരാമിയെ പിക്ക് ചെയ്ത് എന്താ? അഭിരാമി കറക്റ്റ് സമയത്താണ് ജീവിതത്തിലേക്ക് വന്നത്. എന്നുവെച്ചാൽ നമ്മൾ പറയില്ലേ, നമ്മൾ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത് കറക്റ്റ്. ഇപ്പൊ അതിന് മുമ്പേ ആണ് ഞാൻ മീറ്റ് ചെയ്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ചെയ്തത് അങ്ങനെ പറയുന്നു. പക്ഷെ ഞാനും ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ചെയ്ത് കൊണ്ടുവരണം, തിരിച്ച് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉള്ള സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് അഭിരാമി ഇതുപോലെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആളാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അത് നമുക്ക്, ഞാനൊരു ഡൗൺ ആയി നിൽക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും പ്രശ്നമില്ല, എന്നിട്ട് അവളെ ഹാപ്പി ആയിരിക്കുന്നത് തന്നെ എനിക്കത് ഹാപ്പി ആയിരുന്നത്, ആ ഒരു വൈബ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ സംസാരിച്ച് വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ്. ഓക്കെ. ഈ അതർ ദാൻ ആക്ടിങ് എല്ലാം വിട്, അഭിരാമിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ? ക്വാളിറ്റി. എനിക്കിഷ്ടമല്ല ക്വാളിറ്റി ഒന്നുമില്ല. ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കും. നല്ല ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇവനല്ലാതെ പറയില്ല, വാ തുറക്കില്ല. അല്ല, നല്ലൊരു പോസിറ്റീവ് ആളാണ്. അതാണ് പ്രശ്നങ്ങൾ. ഇപ്പൊ നമ്മൾ വിചാരിക്കില്ലേ ഇവർമാർക്കൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെയല്ല, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് സന്തോഷിക്കാന്ന് വിചാരിക്കുന്ന ആളല്ല. നല്ലൊരു ക്വാളിറ്റിയാണ് ആ പറഞ്ഞത്. ഈ കാലിന്റെ അടി തീയാണെങ്കിൽ തിരിച്ചുകൊണ്ട് മരിക്കും. കൊള്ളാട്ടോ. ഓക്കെ, തിരിച്ച് അമലിനെ പറ്റി. നിനക്കൊന്നും ഇല്ലടാ, കഴിവില്ലടാ. നല്ല പേന, പാവ അവൻ. അങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കാൻ എല്ലാരെ പറ്റി പറയുന്ന പോലത്തെ ക്വാളിറ്റി ആയിപ്പോയില്ലേ? പാവം നല്ല കുട്ടി. എനിക്ക് അങ്ങനൊന്നും പറയാൻ അറിയില്ല. അങ്ങനെ നല്ല പേന. ഇഷ്ടല്ലാത്തതോ നോക്കി ചടുത്തങ്ങോട്ടതാ വരുന്നത്. അയ്യോ, അങ്ങനെ ചോദിച്ചാ ചിലപ്പോ ഇങ്ങനെ കൊറേ സാധനങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് ചിലതൊക്കെ ഇങ്ങനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും. ഒന്നും ചെയ്യില്ല, എന്നിട്ടൊന്നും ചെയ്യില്ല. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഒന്നും ചെയ്യില്ല. അപ്പം അങ്ങനത്തെ ചില സംഭവം വരുമ്പം അത് മാത്രം ഞാൻ ഒരിടത്ത് പറയും, കുറച്ചും കൂടെ അതൊക്കെ ഒന്നും ചെയ്യുക. പക്ഷെ എനിക്കറിയാം അവന് കുറേ കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്. അവൻ ചെയ്യുന്നില്ല എന്നല്ല, അവൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവൻ്റെ തലയിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം നമ്മുടെ ചില വീഡിയോ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചിലപ്പം ചില കാര്യങ്ങളൊക്കെ ലാഗ് ആവും. അപ്പം എനിക്കത് മനസ്സിലാവും. ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് ഫ്രീ ആണെങ്കിൽ നീ ഇങ്ങനെയാണ്. കാരണം ഞങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും എല്ലാം അമലാണ്. ഞാൻ ചോദിക്കാൻ വരുന്നത്, എഡിറ്റിംഗ് എല്ലാ പരിപാടിയും അമല തന്നെ ചെയ്യുന്നത്? അമല. എനിക്ക് ആ കഴിവില്ല, എനിക്ക് അഭിനയിക്കാനുള്ള കഴിവ് മാത്രമേ. ഒരു ഷൂട്ട് നിങ്ങൾ നടത്തിയതിനു ശേഷം പിന്നെ അത് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് അപ്പ് ചെയ്യാന്ന് പറയുന്നത് കുറച്ചൊരു ടൈം കൺസ്യൂമിങ് കാര്യമാണല്ലോ. നമ്മുടെ ഒരു ലൈക് പാറ്റേൺ കൈൻഡ് ഓഫ് നമ്മുടെ എന്താ പറയാ BGM ആണെങ്കിലും നമ്മുടെ എഡിറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പാറ്റേൺ ഒരു സാധനം ഉണ്ട്. നിങ്ങളുടെ പാട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ സെലക്ട് ചെയ്തത് അതും അമല തന്നെയാ?
ടോണായിരുന്നു. ചിലതാരെങ്കിലും പറയും. ഞങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും. ഓക്കെ കൊള്ളാട്ടോ. അതൊക്കെ ഭയങ്കര, അതൊക്കെ നിങ്ങൾ ശരിക്കും വീഡിയോയുടെ ലൈക്ക് ടു ബി ഹോണസ്റ്റ് ഭയങ്കര നമുക്ക് ഒരു ഇമ്പാക്ട് കിട്ടുന്ന സാധനമാണ്. കാര്യം ആ മ്യൂസിക്കും നിങ്ങളുടെ ആക്ടിങ് ഡയലോഗ് എല്ലാം കൂടെ ആവുമ്പോൾ സെറ്റ് സാധനമാണ്, അടിപൊളിയാണ്. അഭിരാമിയുടെ മോശോ അങ്ങനെ പറയാൻ പാടുണ്ടോ ആൾക്കാരുടെ മുന്നിൽ വെച്ച്? പറഞ്ഞില്ലേ പറയടാ. ഇഷ്ടമല്ലാത്ത ഈ റീടേക്ക് എടുക്കുന്നു അങ്ങനെ എന്തെങ്കിലും ദേഷ്യം വരുന്നത് മനുഷ്യന്മാരല്ലേ? ഈ സിനിമ ആഗ്രഹിക്കുന്നവരെല്ലാം ഫൈനലി എത്തിച്ചിരുന്ന സ്ഥലം കൊച്ചി എന്നൊക്കെ പറയാറുണ്ടല്ലോ, ശരിക്കും അങ്ങനെ തന്നെയാണല്ലേ? അതാ ഞാൻ ശരിക്കും വിചാരിച്ചത്, ഞാൻ ആരോടും പറയില്ല എൻ്റെ ആഗ്രഹം സിനിമയാണ്. ഞാൻ ഒറ്റക്ക് ശ്രമിച്ച് പെട്ടെന്ന് പടത്തി കയറി പെട്ടെന്ന് എന്നെ എല്ലാവരും പടത്തി കാണും എന്നൊക്കെയാണ് ഒറ്റയ്ക്ക് ഇത് ഞാൻ നടത്തും എന്നാണ് ഞാൻ വിചാരിച്ച് നടത്തുക. പക്ഷെ ഇപ്പോൾ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെ ഈ ഫ്രണ്ട്സ് ഗ്യാങ് ഉള്ളത് കൊണ്ടാണ് ഇത് ശ്രമിക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലായതും അതാണ്. നമുക്ക് ആ ഒരു ഗ്രൂപ്പ് വേണം മുന്നോട്ട് പോവാൻ, സിനിമയിൽ എവിടെയെങ്കിലും എത്താൻ. അതെ അതെ. ഈ കൊച്ചിയിൽ നിന്ന് കിട്ടിയ സൗഹൃദങ്ങളാണോ കൂടുതലും ഈ ഫിലിം റിലേറ്റഡ് അല്ല? കൊച്ചിയിൽ നിന്ന് കിട്ടിയതല്ല, ഞാൻ ആവേശത്തിൽ ആ ചെറിയൊരു റോള് ചെയ്തിട്ടുണ്ട്. സീനിയർ ഗ്യാങ്ങിൽ ഒരു ബാക്കിൽ തല്ലുകൊള്ളാൻ വരുന്ന ഒരു കുറച്ച് ആൾക്കാർ, 10-15 പേര്. അപ്പൊ അതിലൊരാൾ ഞാനാ. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ഗൗതമിനെ പരിചയപ്പെട്ടത്. ഗൗതം കൊറോണ സമയത്ത് ഭയങ്കര ഇൻഫ്ലുവൻസർ സ്റ്റാർ ആയിരുന്നു. ഇപ്പൊ അവൻ കംബാക്ക് നടത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, ഗൗതം DK. അപ്പൊ അവിടെ നിന്ന് അവനെ പരിചയപ്പെട്ടത്. ആ ആവേശത്തിലുള്ള ആൾക്കാർ ത്രൂ ബന്ധങ്ങൾ ഉണ്ടായാണ് ഇപ്പൊ മുമ്പോട്ടേക്ക് പോകുന്നത്. അതിലിപ്പോ ഒരുപാട് ആൾക്കാരുണ്ട് ആ സീനിയർ ഗ്യാങ്ങിൽ. ഹോസ്റ്റൽ മേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പിള്ളേരുണ്ട്. എല്ലാവരും ഇതുപോലെ ആഗ്രഹമുള്ളവരാ. അപ്പൊ അവരൊക്കെ ഓരോ ഏരിയയിലേക്കൂടെ ഇപ്പൊ ഇങ്ങനെ കയറി വരുന്നു. അത് കാണുമ്പോഴും പിന്നെ സന്തോഷം. ഇതുപോലെ വേറെ എത്ര സിനിമ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ? ഞാൻ ഇതിൽ മാത്രമേ ഇങ്ങനെ തല കാണിച്ചിട്ടുള്ളൂ. വേറെ ഇങ്ങനെ പോവാറുണ്ടോ ഓഡീഷൻസ് ഒക്കെ? പിന്നെ പോവാറുണ്ട്. അപ്പം എന്തായാലും അൾട്ടിമേറ്റ് എയിം സിനിമയിൽ അഭിനയിക്കണം. ഓക്കെ, കമ്മിങ് ടു അഭിരാമി. അഭിരാമി ഡാൻസർ ആണെന്ന് പറഞ്ഞു, വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഡാൻസ്, ആങ്കറിംഗ് ഉണ്ട്. അതവിടെ പ്രസക്തില്ല. എനിക്കൊരു ഭീഷണിയാവും. ഒരു ചോദ്യം ചോദിച്ചു കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് ഇപ്പൊ പുള്ളിക്കാരിനാണ് അഭിരാമി പറയുന്നെങ്കിൽ അല്ലേ? കൊള്ളാം. ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഇത് ഞാൻ അഗസ്റ്റ് മിസ് കിങ്ങിണി കൊറേ ആയി ടച്ച് വിട്ടിരിക്കുക. ജാങ്കോ സ്പേസിന്റെ അടുത്തൊരു ഇന്റർവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കൊരു ആഗ്രഹം, എന്നെ ആരെങ്കിലും ഇന്റർവ്യൂ എടുക്കണ്ടേ? സോ ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാമി. സോ നമുക്ക് ഇവിടെ ഗസ്റ്റ് ആയിട്ട് എന്നുള്ളത് കിങ്ങിണിയാണ്. ഹായ് കിങ്ങിണി, വെൽക്കം ടു ദ ഷോ. ഹലോ, സുഖാണോ? സുഖം. ഓക്കെ കിങ്ങിണി, എനിക്കൊന്നും കിട്ടുന്നില്ല. ഇല്ലടാ, പക്ഷെ ഇൻട്രോ ഒക്കെ പറഞ്ഞു പോയിട്ടോ. ഇങ്ങനെ തന്നെ ഞങ്ങളൊക്കെ വ്യത്യാസമൊന്നുമില്ല, ഇതൊക്കെ തന്നെ. നിങ്ങൾക്ക് ആങ്കറിനെ വേണമെങ്കിൽ വിളിച്ചാൽ അർജന്റായിട്ട് ലീവ് ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യടാ. ഇവിടെ ആങ്കറിനെ വേണ്ട, ഇവിടെ ഇഷ്ടം പോലെ ആങ്കറാ. ഓക്കെ, ആങ്കറിങ് ചെയ്യും. പിന്നെ ആങ്കറിങ് ഉണ്ട്. പിന്നെ ഇതുപോലെ ആക്ടിങ്, ഞാൻ കുറച്ച് ഇങ്ങനെ ഷോർട്ട് ഫിലിം, വെബ് സീരീസ്, മ്യൂസിക്കൽ ആൽബം അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ ഈ ഫസ്റ്റ് ഈ ഷോർട്ട് ഫിലിം ഒക്കെ അഭിനയിക്കണം അങ്ങനത്തെ ഒരു സ്റ്റാർട്ടിങ് എവിടെന്നാ? എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അഭിനയം ഇതൊക്കെ. എൻ്റെ അച്ഛൻ കുറച്ച് മൂവീസിലൊക്കെ അച്ഛൻ്റെ യങ് ആ ടൈമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ പട്ടാഭിഷേകം, പകൽപൂരം, എന്തുവാ അല്ലല്ല അങ്ങനെ ഭയങ്കര ഫേമസ് അല്ല, പക്ഷെ പട്ടാഭിഷേകം, പകൽപൂരം അങ്ങനത്തെ കുറച്ച് മൂവീസിലൊക്കെ അച്ഛൻ ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഓഡീഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ. അപ്പം അച്ഛന് ഭയങ്കര ഇഷ്ടമായിട്ട് എന്നെ ചെറുപ്പം തൊട്ടേ അച്ഛൻ ഇങ്ങനെ ഓരോ ഓഡീഷൻസിനൊക്കെ കൊണ്ടുപോകും. പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു അനിൽ ബാബുവിലെ ബാബു. അപ്പം ഈ എന്തുവാ അനിൽ ബാബുവിലെ ബാബു മാമൻ. അപ്പം അങ്ങനെ ഈ ബാബുമാമൻ്റെ കുറച്ച് മൂവീസ്, ഈ പട്ടാഭിഷേകം, പകൽപൂരം അങ്ങനത്തെ ഇതിലേക്ക് അച്ഛൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ ഇതുപോലെ ഞങ്ങളുടെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടുള്ള അവർ ത്രൂ ചില മ്യൂസിക്കൽ ആൽബംസിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിലെ തന്നെ. ഇപ്പം ഒരു ചിൽഡ്രൻസ് ഫാത്തിമ പറഞ്ഞിട്ട് പാൽനില പുഞ്ചിരി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. 3 കുട്ടികളുള്ള അതിലെ നടുവിൽ നിൽക്കുന്ന കൊച്ച് ഞാനാ. അപ്പൊ അങ്ങനെ ചെറുപ്പത്തിൽ കുറച്ചിങ്ങനെ ആൽബംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അച്ഛൻ കൊണ്ടുപോകണതാ ഇങ്ങനെ. അപ്പം അങ്ങനെ ആ സമയത്ത് പിന്നെ ഒരു ടീനേജ് ആ ടൈമിലേക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഒക്കെ പോയി. പിന്നെ എനിക്ക് കുറച്ച് ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതല്ലേ, അവർക്കൊന്നും ഇഷ്ടമില്ല, ഞാൻ കാന്താരിയായിരുന്നു. കുറച്ചധികം അപ്പം അവർക്കൊന്നും ഇഷ്ടമല്ലാത്തോണ്ട് ഞാനിങ്ങനെ കാന്താരി
ബഹുവചനം. ഏതോ ബോയ് ഫ്രണ്ടിന് ഇഷ്ടമല്ലാത്തത് ഒരാളല്ല, അവർക്ക്. അതായത് ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റിലേഷൻഷിപ്പിലേക്ക് ആവുമല്ലോ. ഒരെണ്ണം ബ്രേക്കപ്പ് ആവുമ്പോ ഞാൻ പഠിക്കില്ല, അപ്പൊ എനിക്ക് അടുത്ത റിലേഷൻഷിപ്പ് വരും. എത്ര റിലേഷൻഷിപ്പ് കഴിഞ്ഞപ്പോ അത് നമുക്ക് ഇവിടെ പ്രസക്തി ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ആള് ഹാപ്പി, പ്രശ്നം ഉണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആളാണ്. ടോക്സിക് റിലേഷൻഷിപ്പാണ് ഉദ്ദേശിച്ചത്. ജയിലിൽ പൂട്ടിയിട്ട് പട്ടിണി കിട്ടാനും ഞാൻ ഹാപ്പിയാണ്. എന്റെ ഏട്ടായിയാണ് എനിക്കെല്ലാം. ഇന്ന് അഭിരാമിന് അത് കിട്ടില്ല. ഞാനും അച്ഛനോട് പറയാം, അച്ഛൻ എനിക്ക് പഠിക്കണം, എനിക്കിതൊന്നും വേണ്ട. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പോയി പറയാൻ പറ്റില്ലല്ലോ എന്റെ ബോയ് ഫ്രണ്ടിന് ഇഷ്ടമല്ല. സാധാരണയൊക്കെ എല്ലാം നേരെ തിരിച്ചാണ്. അച്ഛനൊക്കെ സപ്പോർട്ട് ആയിരിക്കില്ല. ചിലപ്പോൾ പാർട്ട്നേഴ്സ് പറയും നിനക്ക് ഇതാ ഇഷ്ടമെങ്കിൽ നീ അത് ചെയ്തു. അപ്പൊ വീട്ടിൽ അച്ഛൻ വേണ്ട. ഇത് നേരെ തിരിച്ച് അച്ഛാ തല തിരിഞ്ഞെന്ന് കേട്ടിട്ടില്ല, ജീവിതമേ തിരിഞ്ഞു പോയൊരു പാവം കുട്ടി. പറ. അപ്പം അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ UG പഠിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ചെറിയൊരു ഇഷ്ടമൊക്കെ, ഐ മീൻ ഇതിലേക്ക് ഇങ്ങനെ ഇഷ്ടം വന്നു, ഈ ഫീൽഡിലോട്ട് ഇഷ്ടം വന്നു. അപ്പം ആ സമയത്ത് ഉണ്ടായിരുന്ന ബോയ് ഫ്രണ്ട് സപ്പോർട്ടായിരുന്നു. അങ്ങനെയാണ് ഇതിന്റെ പടത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ആ സമയത്ത് ഏതാണോ ബോയ് ഫ്രണ്ട് അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇല്ല, ഇൻഡിപെൻഡന്റ് ആണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോ അടുത്തൊരു ബോയ് ഫ്രണ്ട് വന്നിട്ട് അല്ലെങ്കിൽ അയ്യോ ഇല്ല, അതൊക്കെ അന്നത്തെ കാലം. അന്നത്തെ അഭിരാമി ഈസ് ഡിഫറെന്റ്. പറഞ്ഞൊന്നിരിക്കട്ടെ, ഫോർ എക്സാമ്പിൾ ഇനിയിപ്പം കല്യാണം കഴിക്കുമ്പോഴോ അങ്ങനെ ആരെങ്കിലും ഒരു പാർട്ട്ണർ വരുമ്പോൾ പറയാണ് ഇനി അമലിനോട് വീഡിയോ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇല്ല, അതാ ഞാൻ പറയാൻ വേണം. അതായത് എൻ്റെ UG പഠിക്കുമ്പോഴുള്ള ബോയ് ഫ്രണ്ട്, ഹി വാസ് ലൈക്ക് നിന്നെ ഒരു അനുസിത്താരനൊക്കെ പോലെ കാണാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് ആ കറക്റ്റ് സമയത്താണ് എനിക്ക് ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ കൂടെയുള്ള ഷോർട്ട് ഫിലിം വന്നത്. ഞാൻ ഓക്കെ എന്നാ ചെയ്യാം, അപ്പം എന്നാൽ എനിക്കും ഇപ്പം ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് എന്നുള്ള രീതിക്ക് ചെയ്തു തുടങ്ങി. പക്ഷെ ചെയ്തു തുടങ്ങിയതിന് ശേഷം ദിസ് ഗൈ വാസ് ലൈക്ക് നീ ഇനി ചെയ്യണ്ട, എനിക്കിതൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഫുൾ ഷിഫ്റ്റായി. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഇതെൻ്റെ ആഗ്രഹമാണ്, നീ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയത്, ഇനി ഞാൻ നിർത്തില്ല, എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളുണ്ട് എന്നുള്ള രീതിക്ക് ഞാൻ ആ കംപ്ലീറ്റ് ഷിഫ്റ്റ് ഞാൻ എടുത്തു. ഇനി എൻ്റെ ഇഷ്ടം എൻ്റെതാണ്, ഇനി ആരുടെയും മേലെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്നുള്ള. അപ്പം എനിക്കിപ്പം എൻ്റെ കൂടെ ചെയ്യണം, സോ ഞാനത് ചെയ്യും. എനിക്ക് എൻ്റെ ഡിസിഷൻസ് നന്ദി ആ കാമുകനാണ് കൊടുക്കേണ്ടത്. അപ്പം അവനാണ് എന്തായാലും ചെയ്തോളാൻ പറഞ്ഞു തുടങ്ങിയത്. അല്ലാതെ എന്ത് ചെയ്തേനെ? അതാരാന്ന് ആലോചിച്ചേ. അതൊക്കെ ആലോചിക്കുന്ന കൺഫ്യൂഷനാ, ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി വരുന്ന ആള് വേണ്ടെന്ന് പറഞ്ഞ ആളെ വേണ്ടെന്ന് നോക്കോ അമലിനെ വേണ്ടെന്ന് നോക്കോ? ക്രൂഷ്യൽ. എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ലൈഫും എൻ്റെ ഡിസിഷൻസും എൻ്റേത് മാത്രമാണ്. അത് ഞാൻ ആർക്കും ഒരു രീതിക്ക്, എൻ്റെ വീട്ടുകാർക്ക് പോലും ഒരാൾക്കും അതിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്യാനോ അതിലൊരു വോയിസോ ഇല്ല. ഓക്കെ, അപ്പം അത് എൻ്റാണ്, അത് ഞാൻ പറയും എൻ്റെത് ഇങ്ങനെയാണ്, പറ്റുവാണെങ്കിൽ കൂടെ നിന്നാൽ മതി. അമലാണോ അതാണോ പറ? അമലാണോ അതാണോ എന്നല്ല, എൻ്റെ ഡിസിഷൻസ് ആണ്. ഇപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അമൽ, അല്ലെങ്കിൽ ഞങ്ങൾ റീൽ ചെയ്യുന്ന കോണ്ടന്റ് അതാണ്. അമലിന് അല്ല, എന്നോട് പറഞ്ഞ ഞാൻ സോറി, എന്നോട് സുന്ദരിക്കുട്ടി വന്ന് അഭിരാമിയുടെ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു ഞാൻ പിന്നെ അയ്യോടാ, അത് അമലിന്റെ ഇഷ്ടം. വെറുതെ. ഓക്കെ, എന്തായാലും നമുക്ക് കുഞ്ഞൊരു ഗെയിമിലോട്ട് പോയാലോ? രണ്ടുപേരുടെയും അഭിനയ സ്കിൽ. അഭിനയം അല്ലട്ടെ, വെറുതെ പറഞ്ഞ ചെറിയ ഒക്കെ പോലത്തെ സാധനം തന്നെ. ചെറിയ പോവാം. അപ്പൊ നമ്മുടെ ഗെയിം എല്ലാരും എപ്പോഴും കണ്ടിട്ടുള്ളൊക്കെ പോലെ സെയിം സാധനം തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. ആ കപ്പിന്റെ അകത്ത് ചായ. അല്ല, എങ്ങനെയുണ്ട്? ഒന്ന് ശരിക്കും ഒരു ചായ ഉള്ള പോലെ ഒന്ന് കുടിച്ചേ, അഭിനയിച്ചേ നോക്കട്ടെ. പൊള്ളിയോ? കുഴപ്പമില്ല, ഇത്തിരി അവക്കോട് കൊടുക്കുന്നത്. അയ്യോ, ഞാൻ ചൂടോടെ കുടിക്കില്ല. എടാ മോനെ, ചായല്ല. ഓ, ഭയങ്കര അഭിനയം, മെയിൻ അഭിനയം. ഓക്കെ, അതില് കുറച്ച് എന്താണ് പാട്ടുകളും സിനിമാ പേരും എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പാട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വരച്ച് കാണിക്കണം, സിനിമ പേരാണെങ്കിൽ അഭിനയിച്ച് കാണിക്കണം. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം ഫോർ എക്സാമ്പിൾ പാട്ട് കിട്ടുവാണെങ്കിൽ അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയണ്ട, എഴുതി കാണിക്കല്ലോ കേട്ടോ. ലജ്ജാവതി എന്നുള്ളത് വരച്ചിട്ട് കൺവേ ചെയ്ത് ആ ജാസി ഗിഫ്റ്റിനെ വരച്ച് കാണിക്കാം, ഫോർ ദ പീപ്പിൾ വരച്ച് കാണിക്കാം. അപ്പൊ അത് കണ്ടുപിടിക്കണം. ആര് കണ്ടുപിടിക്കണം? അഭിരാമി കണ്ടുപിടിക്കണം. തിരിച്ചും അതുപോലെ തന്നെ. ഇനി ഇപ്പൊ സിനിമയുടെ പേരാണ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആക്ട് ചെയ്ത് കാണിക്കണം. സിമ്പിൾ. ഒരു സ്ലേറ്റ് കൊടുത്തോളൂ പാവം ഉണ്ണിക്ക്. സ്കൂളിൽ പഠിക്കുമ്പോൾ സ്ലേറ്റ് എടുത്തത്. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് വൺ അമൽ എടുത്തോ. ഒളിഞ്ഞോകല്ലേ? ഓ, ഞാൻ കാണിക്കരുത്. ഇത് വായിക്കണം ഒച്ചത്തില്, മനസ്സിലാവും. അപ്പൊ ഒച്ചത്തിൽ വായിക്കല്ലേ, ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുക. അത് ലാസ്റ്റ് പറഞ്ഞാൽ മതി. പാട്ടാണോ? അത് കിട്ടൂലോ, പാട്ടാണോ? അത് പറയാൻ പറ്റില്ല. പാട്ടാണെങ്കിൽ വരയ്ക്കണമല്ലോ. വരക്കുവാണെങ്കിൽ പാട്ട്. പാട്ടാണോ?
വരക്കട്ടെ? വരച്ചോ. എങ്ങനെ വെച്ചാൽ മതിയോ? എങ്ങനെയാണ് വരച്ചോ. എങ്ങനെയാണല്ലോ അത് കിട്ടണം. ഇത്തിരി വേണമെങ്കിൽ ഇച്ചിരി അകന്നിരുന്നോട്ടോ ഉണ്ണിയെ, നോക്കണ്ട. ഇല്ല ഞാൻ കണ്ടില്ല. കള്ളക്കളിയില്ല. പെണ്ണും ആണും കല്യാണം. പാട്ട് പറ. കല്യാണാണോ? കല്യാണം വേർഡ് ഉണ്ടോ? കല്യാണം വേർഡ് തുടങ്ങിയിട്ടാണോ പാട്ട് തുടങ്ങണേ? പഴയ പാട്ടാണോ? ഇതാണ്. ഇതൊരു പെണ്ണാണ്. എടാ സൂപ്പർ സാധനം കാണിച്ചു. ഒരു ആൺകുട്ടി പെൺകുട്ടി എല്ലാം കഴിഞ്ഞു. എല്ലാം കാണിച്ചു കൊടുത്തു. കല്യാണം കിട്ടിയില്ലേ? എന്നെ അടുത്ത് പിടിച്ചു. സിനിമയുടെ പേരിൽ രണ്ടാമത്തെ വാക്ക് വരച്ച് കാണിക്കും. ഇതൊന്നും എനിക്ക് ഇത്ര ബോധമൊന്നും ഇല്ല. ഇതിപ്പോ ഒറ്റ പേരിൽ തന്നെ നിങ്ങളെ ഫുൾ എപ്പിസോഡ് പോകും. രാജാവോ? കൊച്ചി രാജാവ്. അതുപോലെ വേറൊരു രാജാവ്. രാജാവ് അല്ലെങ്കിൽ അങ്ങനെ തീരുന്ന വേറെ സിനിമ പേരുകളാലോചിക്ക്. എന്നിട്ട് അതിനകത്ത് കല്യാണം ബന്ധപ്പെട്ട പാട്ടാലോചിക്ക്. ഇതിൽ കൂടുതൽ ക്ലോസ് ഒന്നും എനിക്ക് പറ്റില്ല ഉണ്ണി. അങ്ങനെ സക്സസ്ഫുള്ളി അഭിരാമി മുട്ടയിടുന്ന സീനാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. കുറച്ചേരം കൊണ്ട് തരണേ. ഇല്ല വാളാന്നോ അത്? ഇവിടെ രാജ കൊണ്ട് തീരുന്ന കല്യാണം പാട്ടായിട്ട് വരുന്ന. ഓക്കെ, ലൈഫ് ലൈൻ കൂട്ടുകാരോട് ചോദിച്ചോ. ഇത്ര ഓപ്ഷൻസ് കൊടുക്കാവുള്ളൂ. കല്യാണം പാട്ടിന്റെ രാജാവ് ഉണ്ട്. എന്തോ രാജാവ് വെച്ച് വരുന്ന പാടം ഏതാ? സമയം കഴിഞ്ഞു. ഓക്കെ, ഞാൻ പറയാൻ പോവുകയാണ്. അങ്ങനെ അഭിരാമിയും അഭിരാമിയുടെ സുഹൃത്തുക്കളും മുട്ടയിട്ടിരിക്കുകയാണ്. ഏതായിരുന്നു ആ പാട്ട്? പാട്ട് പറ. കേട്ടില്ലേ എന്റെ കള്ള ചെറുക്കന് കല്യാണം. കേട്ടില്ലേ കാണിക്കായിരുന്നല്ലേ? ഞാൻ ഇടിവെട്ട് സുഗുണനെ വരച്ചേ. മനസ്സിലായില്ല. എനിക്ക് ആദ്യം ഇവിടെ ഇട്ട് അതിലോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി അഭിരാമി തിരിച്ച്. ചട്ടമ്പി നാടാണെങ്കിൽ ദാമൂര് കളിച്ചാൽ വരച്ചോ. പാട്ടാണോ സിനിമയാ അല്ലേ? സിനിമ പേര് അഭിനയിക്കാൻ പോവുകയാണ്. മാല, സ്വർണം, തങ്കം, വേറെ വാക്ക്. സ്വർണത്തിന്റെ വേറെ വാക്ക്. ഗോൾഡ്, പൊന്ന്, പൊന്മാൻ, പൊന്മുട്ടയിടുന്ന താറാവ്. ഈ പോയിന്റ് അമലിന് തന്നെ. പോട്ടെ, കാണിച്ചു കൊടുത്ത ആളായതുകൊണ്ട് ഇത്തിരി കൊടുത്തേക്കാം. ഓക്കെ, 1 point. അമലെല്ലാം പാട്ടാന്ന് തോന്നല്ലേ? ഇത് എഴുതി കാണിക്കണോ അല്ലേ? വരച്ച്. സിനിമ പേരായിരുന്നു ഞാൻ പൊളിച്ചേനെ. ആണ്. ആണോ? മുണ്ടെടുത്ത ആണ്. അതെനിക്ക് കിട്ടിയില്ല കേട്ടാ. ആരാ കുട്ടി? മുണ്ട് ഊരുന്നോ? മറ്റേ ഇപ്പൊ തിളക്കാണോ? അത് കൊള്ളാം, ക്രിയേറ്റീവ് ആയിട്ട് അടിച്ചു. പുഴയോ? ഇത് അഭിരാമി പറഞ്ഞില്ലെങ്കിൽ റൊമാൻറ്റിക് പാട്ടാണോ? മറ്റേ ഇവനിങ്ങനെ ഓടുന്ന മറ്റേ പാട്ട്? മറ്റേ സാധനമാണോ? എനിക്കൊരു പെണ്ണുണ്ട് അതല്ലേ? അയ്യോ, അതിനകത്തത്തെ അല്ലേ? അതാണോ ഈ വരച്ചു വെച്ചിരിക്കുന്നത്? അല്ല, ഇനി റൊമാൻറ്റിക് അതിനകത്ത് ആ പാട്ടല്ലേ? അല്ല അല്ലേ? പുഴയൂരത്ത് അതിനകത്തൊന്നുമല്ല. തിളക്കത്തിലെ പുഴയോരത്ത് പൂന്തോണി എത്തിയില്ല. തിളക്കത്തിൽ നീ അവിടെ എത്തി, തുമ്പത്തെത്തി. പുഴയാന്നോ? മറ്റേ വാക്കെന്തായിരുന്നു? ആലോചിക്കട്ടെ. പുഴ. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് അമ്മ ശരിക്കും വരയ്ക്കുന്നത്. തിളക്കം വരച്ച് അടുത്ത വാക്ക്. പെണ്ണ്, കുട്ടി. കിട്ടിയില്ല. മുടി കാക്കുന്ന. നീ ഒരു പുഴയായി തഴുകും. തഴുവിലാണോ വരച്ച്? തഴുവിലായിരുന്നോ വരച്ച് കാണിച്ച്? അമല് കിഡിലൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അമലിന് വീണ്ടും 2 പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ്. എനിക്കിപ്പോ ഭയങ്കര ആഗ്രഹം ഉണ്ട് പേഴ്സണലി അമലിന് പാട്ട് തന്നെ കിട്ടണേന്ന്. കൊള്ളാം, വരച്ചാണെങ്കിൽ രസമുണ്ട്. ഈശ്വരോ, പാട്ടാണോ സിനിമ പേരാണോ? സിനിമ പേര്. എന്ത് ഇങ്ങനെ? ഓക്കെ, 2 വാക്ക്. പഴയ സിനിമ, അത്ര പഴയതല്ല എന്നാൽ. മീശയുള്ള ആൾ, നല്ല മീശയുള്ള ആൾ. രണ്ടാമത്തെ വാക്ക്. ഇതൊരു മുട്ടക്കളിയായിട്ട് മാറും, നോക്കിക്കോ. വാള്,
പഴശ്ശിരാജ. വാള് കഴിഞ്ഞു. പോ വീണ്ടും മുട്ട. അങ്ങനെ അഭിരാമി 2 മുട്ടയോടെ മുന്നേറുന്നു. വരൂ അമല് വരൂ. അല്ലടാ മോനെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഇത് ഇഷ്ടപ്പെട്ടെ, എഴുതാൻ ഇഷ്ടപ്പെട്ടെ. ഫുള്ള് പാട്ടാ കിട്ടുന്നത്. കിളി അല്ല പിന്നെ എന്താടി? ആന്നോ? അത് പിന്നെ ആന്നൂരോട് അത് ഞാൻ മിണ്ടില്ല. ചിത്രം വരക്കുന്ന കുയിൽ. പിക്കാസോ എന്ന് വിളിച്ചാലും റിയാക്ട് ചെയ്യും. കുയിൽ അല്ല ആദ്യം പറഞ്ഞു. കിളി. കിളിപ്പെണ്ണെ അല്ല, കിളിപ്പെണ്ണ അവിടെ നിന്നില്ലേ? ഒന്നാമത്തെ വേർഡ് കിളി. രണ്ടാമത്തെ വേർഡ് എനിക്ക് കിട്ടി. കിളി. രണ്ട് കിളിയോ? ഒന്നാം കിളി, രണ്ടാം കിളി, മൂന്നാം കിളി. ഒന്നാമത്തെ കിളി എന്ന് പറഞ്ഞപ്പോ തന്നെ കൂട്ടുകാരും പറയുന്നുണ്ട് എന്തുവാണോ ഇവിടെ പുച്ഛിക്കുന്നു. ഓക്കെ, ഈ വീണ്ടും അമല് ജയിച്ചു. നമുക്കിപ്പോ ഓൾറെഡി അമല് ജയിച്ചത് മനസ്സിലായെങ്കിലും എനിക്കും കഴിവുണ്ട്. അവൻ കാണിക്കുമ്പോ ഞാൻ പറയണ്ടേ? കൊലത്തൂക്കാണ് ഇവിടെ നടക്കുന്നത്. ഒരു പാട്ടൊന്നും എടുക്കുവോ? ഏതെങ്കിലും ഒരു പാട്ട് എടുക്കുവോ? ഒരു പാട്ടും കൂടെ അത് കാണുള്ളൂ മിക്കവാറും. അന്ന് അഭിരാമി വരയ്ക്ക്. അത് അഭിരാമി വരയ്ക്ക്. അഭിരാമി വരച്ച് കാണാനുള്ള ഒരു കൊതി കൊണ്ടാണ്. ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചോ, അപ്പൊ അവർക്ക് കാണാൻ പറ്റും. മഴത്തുള്ളികൾ പൊഴിയുന്ന തുള്ളി. മഴത്തുള്ളി. ഏറ്റില്ല. ഒരു തുള്ളി, ഒരു തുള്ളി മഴ, ഒരു മഴനീർത്തുള്ളികൾ. അധികം പണിയെടുക്കേണ്ടി വന്നില്ല. എങ്ങനെയോ ഒരു പോയിന്റ് കിട്ടി. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഈ ഗെയിം ഇവിടെ അവസാനിക്കുമ്പോൾ ആരാണ് ജയിച്ചത്? അമൽ. കൈയടിക്ക് പിള്ളേരെ. അങ്ങനെ അമലിന് അഭിനയിക്കാനും വരയ്ക്കാനും എല്ലാം കഴിവുണ്ടെന്ന് നമ്മളിവിടെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ശരിക്കും അമലിന് വേറെ എന്തൊക്കെ കഴിവുണ്ട്? പാട്ട് പാടും, ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കും മാക്സിമം കഴിയും. പാട്ട് ഡാൻസ് ഒക്കെ ഉണ്ടോ? ഇല്ലില്ല, അങ്ങനെ ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കുവോ? നമ്മളെല്ലാരും കൂടെ കൂടുമ്പോഴുള്ള ഡാൻസ്. നിങ്ങളുടെ ഫസ്റ്റ് വൈറൽ വീഡിയോ ഏതാ? ആദ്യമായിട്ട് വീഡിയോ മറ്റേതാണോ? ഒരു പീരീഡ് ഇഫ് മെൻ ഗോട്ട് പീരീഡ്സ് എന്ന് പറഞ്ഞ് ചെയ്തായിരുന്നു. അത് നല്ലോണം പോയായിരുന്നു. അതാണ് ഫസ്റ്റ് വൈറൽ വീഡിയോ. നിങ്ങൾക്ക് വേറെ നിങ്ങളെ പോലെ കണ്ടന്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസസിലേക്ക് ഇഷ്ടം ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇവർ അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഏതെങ്കിലും സജസ്റ്റ് നോക്കാറൊക്കെ ഉണ്ടാവുമല്ലോ? എനിക്ക് ഇല്ല, അങ്ങനെ നമ്മൾ വേറെ ആൾക്കാരുടെ കണ്ടന്റ്സ് ആയിട്ട് അങ്ങനെ നോക്കാറില്ല യൂഷ്വലി. എനിക്ക് തമിഴിലൊരു പൂജ നന്ദ അവരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നിട്ട് ഇങ്ങനെ അമലിനോട് പറയാറുണ്ട്, അവരിങ്ങനെ ചിലപ്പം രണ്ടുപേരും ഒരുമിച്ച് ഫ്ലൈറ്റിലൊക്കെ പോകുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതുപോലെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെ അവരെയാണ് ഇഷ്ടം. അമലിന് എനിക്ക് ഒരുവിധം നമ്മളെ ഈ ഹാഷിർ ടീം, അല്ലമീൻ ടീം, ശ്രീകാന്ത് ഒട്ടിയാർ ടീം അവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. നമ്മുടെ ഇന്റർവ്യൂ ഏകദേശം വൈൻഡപ്പ് ചെയ്യേണ്ട. അയ്യോ എന്നോടൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ, സ്കിൻ കെയർ ഒക്കെ ശരിക്കും ചെയ്യുമോ? ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. എല്ലാ വീഡിയോ അത് തന്നെയായി വരുന്നുണ്ട്. ഇല്ല ഞാൻ കുറച്ച് ഞാനൊന്ന് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എല്ലാവരും പറഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബോക്സ് നിറയെ അവൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, തൊട്ടിട്ടില്ല, തുറന്നിട്ടില്ല. അവന് സീറം എടുത്ത് ഒരു ദിവസം തേച്ചായിരുന്നു, അപ്പം ഫുൾ കുരുവൊക്കെ വന്നു. അല്ലേ, തീർന്നു പോയല്ലോ എന്ന് പേടിച്ചിട്ട് ഉപയോഗിക്കാതെ വെച്ചിരിക്കും. അതൊരു ആൾക്ക് ചില ആൾക്കാർ നമുക്ക് എനിക്ക് കൊണ്ടിട്ടോ കുറെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ ശരിക്കും ഉപയോഗിച്ചാലും എന്തെങ്കിലും റിസൾട്ട് കിട്ടും. പക്ഷെ അത് തീരുമെന്ന് പേടിച്ചിട്ട് കുറച്ചെടുത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക സാധനം ഉണ്ടെന്ന് പറയാലോ. ശരിയാ, പ്രത്യേകിച്ച് സൺസ്ക്രീമിലാണ് ഈ പ്രവണത കണ്ടുവരുന്നത്. മറ്റേ 3 ഫിംഗർ 2 ഫിംഗർ റൂളൊന്നും തോന്നത്തേ ഇല്ല, തീർന്നു പോകുമെന്നുള്ള പേടിയാണ്. അതെല്ലാവർക്കും ഉള്ളതാണ്, കുഴപ്പമില്ലല്ലേ? അപ്പം ഈ കണ്ടന്റ്സ് ഒക്കെ നിങ്ങളുടെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോഴാണ് ഞങ്ങൾക്കും കൂടുതൽ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നത്. മെൻ ചെയ്യുന്ന സ്കിൻ കെയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഹെൽത്തി ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ കണ്ടന്റ്സ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളല്ല. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല കണ്ടന്റ്സ് ഒക്കെ ഇനിയും ചെയ്യാൻ പറ്റട്ടെ. അമൽ അടിപൊളി സിനിമയിലൊക്കെ അഭിനയിക്കട്ടെ. ഞാനെന്നിട്ട് അങ്ങനെ ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ അമലിനെ ഇൻ്റർവ്യൂ ചെയ്യാനും പറ്റട്ടെ. അഭിരാമി പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സംഭവം പറയാത്തോണ്ടാണ് ഞാനത് പറയാത്തെ. എങ്കിലും ആങ്കറിങ് ഒഴിച്ച് ബാക്കി എല്ലാ ഫീൽഡിലും നല്ല വളർച്ച ഉണ്ടാവട്ടെ. നമ്മളങ്ങനല്ലേ പറയാം, വെറുതെ പറഞ്ഞാടാ. എന്തായാലും എല്ലാം അടിപൊളിയാവട്ടെ. അപ്പം കീപ് ഡൂയിങ്, നല്ല നല്ല കണ്ടന്റ്സ് ഒക്കെ ഇടുക. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു. നമസ്കാരം. നമസ്കാരം.